ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്ത പുസ്തകമാണല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം അധ്യായങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി 3ആം അധ്യായമാണ്. നമുക്കറിയാം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ ദീർഘമായ വംശാവലി പട്ടികയാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാബേൽ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ഇസ്രായേൽ ജനം അവർക്കൊരു നേതൃത്വമില്ലാതെയും പല രീതിയിലുമായിരുന്ന സമയത്ത് ജനത്തെ ഒന്നിപ്പിക്കുവാൻ അവരുടെ പാരമ്പര്യം പറയേണ്ടത് ആവശ്യമായി വന്നു. അടിമത്തത്തിൽ അവർക്ക് അതിനുള്ള ഒരു അവസരവും അവർക്ക് ലഭിച്ചു കാണില്ല. അവരുടെ പൂർവ്വപിതാക്കന്മാരെ പറ്റി ചിന്തിക്കുവാനോ അവരുടെ തലമുറകളെപ്പറ്റി ചിന്തിക്കുവാനോ സാധിക്കാതെ അടിമത്ത വേല ചെയ്തവർ ജീവിച്ചു. എന്നാൽ അവിടെ നിന്ന് അവർ മടങ്ങി വരുമ്പോൾ അതിനുള്ളതായ ഒരു നേതൃത്വം ലേവ്യ ഗോത്രത്തിൽപ്പെട്ട ആരെങ്കിലും അവർക്ക് കൊടുത്തു കാണുമെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു. അവർ മുഖാന്തരമാണ് ഈ വംശാവലി പട്ടിക എഴുതി രേഖപ്പെടുത്തുകയാണ്. അത് ദാവീദുമായി ബന്ധപ്പെട്ട ഒരു വംശാവലി പട്ടികയാണ് ഈ 3ആം അധ്യായത്തിൽ നമ്മൾ ഇന്ന് വായിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മളിതിൻ്റെ 1ആം അധ്യായം വായിച്ചപ്പോൾ അബ്രാഹാമിൻ്റെ വംശാവലി പറഞ്ഞു വന്നപ്പോൾ അതിനു മുൻപ് ഞാൻ പറഞ്ഞ ഒരു വാക്ക് അല്പം ഇത് തെറ്റി പറഞ്ഞിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നോഹയ്ക്ക് 3 മക്കൾ ശേം, ഹാം, യാഫേത്ത്. അതിൽ അബ്രാഹാമും അവൻ്റെ സന്തതികളായ യേശുക്രിസ്തുവിൻ്റെയൊക്കെ വരവ് സംഭവിച്ചത് ശേമിൻ്റെ പാരമ്പര്യത്തിൽ നിന്നാണ്. എന്നാൽ ഞാൻ അവിടെ പറഞ്ഞത് ഹാമിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്ന് ഞാൻ തെറ്റായി പറയുകയുണ്ടായി. അത് സ്പ്ലിറ്റ് ഓഫ് ടങ് സംഭവിച്ചതാണ്, മനഃപൂർവ്വം പറഞ്ഞതല്ല. പറഞ്ഞു വന്നപ്പം അറിയാതെ ആ വാക്ക് വന്നു പോയതാണ്. ഈ ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഒരു സഹോദരി ഇന്നലെ എന്നെ വിളിച്ച് ആ സംശയം ചോദിക്കുകയും എനിക്ക് തെറ്റുപറ്റിയതാണെന്ന് അവിടെ പറയുകയും ചെയ്തു. ആ സഹോദരിയോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാണ്. ഹാം നമുക്കറിയാം നോഹയുടെ മക്കളിൽ ശപിക്കപ്പെട്ടവനാണ്. ഹാമിൻ്റെ മകൻ കനാനാണ്. നോഹയുടെ നഗ്നത കണ്ടതുമൂലം ശപിക്കപ്പെട്ടതും അവരിൽ നിന്നുള്ളതാണ് കനാനിൽ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നതായ ആളുകൾ. ശേമിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്നാണ് കർത്താവും അബ്രാഹാമിൻ്റെയൊക്കെ ദാവീദൊക്കെ വരുന്നത്. ആ ശേമിൻ്റെ വംശപാരമ്പര്യത്തിലാണ്. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. മനഃപൂർവ്വം വരുന്നതല്ല, സ്വാഭാവികമായിട്ട് നമുക്കങ്ങനെ പലപ്പോഴും അങ്ങനെ സംഭവിക്കാമല്ലോ. അതിൽ ഖേദം ഞാൻ പ്രത്യേകമായിട്ട് പ്രകടിപ്പിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട ഒരു വ്യക്തിയാണ് ദാവീദ്. ഈശായുടെ 7 മക്കളിൽ അതിൽ ഏറ്റവും അവസാനത്തെ പുത്രനായി അദ്ദേഹം ജനിച്ചു. ഒരാട്ടിടയ ബാലനായിട്ടാണ് തൻ്റെ ജീവിതം പ്രവർത്തനം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് ശാമൂവേൽ പുരോഹിതൻ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ശൗൽ രാജാവായിരുന്നല്ലോ ആദ്യത്തെ രാജാവ്. അദ്ദേഹം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ ദൈവം ശൗലിനെ തള്ളി ഈശായുടെ മക്കളിൽ ദാവീദിനെ തിരഞ്ഞെടുത്ത സംഭവങ്ങളൊക്കെ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ നേരത്തെ വായിച്ചതാണ്. ആരോഗ്യതയുടെ ഗാത്രന്മാരും യുദ്ധത്തിന് കൊള്ളാവുന്നവരുമായ അവൻ്റെ ജ്യേഷ്ഠന്മാരെയൊക്കെ ഈശായി കാണിച്ചു കൊടുത്തപ്പോഴും ദൈവം അവരെയൊക്കെ തള്ളി. എന്നിട്ട് ദൈവം ദാവീദിനെ എടുത്തു. അവരുടെ ഏറ്റവും വലിയ ശത്രുവായ ഫെലിസ്ത്യരുടെ ആ പടയാളിയെ, ആ ഗോലിയാത്തിനെ അവൻ നിലം പതിപ്പിച്ച സംഭവങ്ങളും ഒക്കെ നമുക്കറിയാം. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ദാവീദ്. അദ്ദേഹത്തിൻ്റെ ചരിത്രമൊക്കെ വായിച്ചതുകൊണ്ട് നമുക്ക് കൂടുതൽ അതിൻ്റെ വിശദീകരണം ആവശ്യമില്ല. എന്നാൽ ഒരുപാട് ദൈവാനുഭവം
ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ഉണ്ടായ മനുഷ്യനെന്ന് ദൈവം തന്നെ സാക്ഷീകരിച്ച ഒരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികൾ ഘട്ടങ്ങളൊക്കെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ ബന്ധവും വിശ്വാസവും അദ്ദേഹത്തിന് വലിയ ഒരു ശക്തിയും വലിയ ഒരു സംരക്ഷണവുമായി ഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഓരോ ജീവിത സാഹചര്യങ്ങളെയും ദൈവവുമായുള്ള ബന്ധത്തിൽ വിലയിരുത്തി അദ്ദേഹം ധാരാളം സങ്കീർത്തനങ്ങൾ എഴുതി. ആ സങ്കീർത്തനങ്ങളൊക്കെ ഇന്നും എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മനുഷ്യഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതും വേദനയിലും പ്രയാസത്തിലും ദുഃഖത്തിലും ആയിരിക്കുന്നവർക്ക് വലിയ ആശ്വാസം പകരുന്ന സങ്കീർത്തനങ്ങളാണ് ദാവീദിലൂടെ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. അത്രമാത്രം ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു ശ്രേഷ്ഠ അവയവമായി ദൈവം എടുത്ത് ഉപയോഗിച്ച മനുഷ്യനായിരുന്നു ദാവീദ്. എന്നാൽ മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും ചില കുറവുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഊരിയാവിൻ്റെ ഭാര്യയായിരുന്ന ബേർശേബയെ സ്വന്തമാക്കാൻ വേണ്ടി ഊരിയാവിനെ അദ്ദേഹം മുഖാന്തരം വധിക്കപ്പെടുന്നതും നാഥാൻ പ്രവാചകൻ ആ പാപബോധമുണ്ടാക്കിയപ്പോൾ യഥാർത്ഥമായി അദ്ദേഹം പശ്ചാത്തപിച്ചതൊക്കെ നമുക്കറിയാം. പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്നിട്ടില്ല. താൽക്കാലികമായി ചില ആളുകളിൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ കണ്ടു. ആ ആത്മാവിനെ എപ്പോഴും വേണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ആ 51-ാം സങ്കീർത്തനത്തിൽ എൻ്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയരുത് എന്ന് അദ്ദേഹം എപ്പോഴും പ്രാർത്ഥിച്ച ആളാണ്. പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രേരണയ്ക്ക് വിധേയമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തൊരു മനുഷ്യനായിരുന്നു ദാവീദ് നമുക്കറിയാം. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് അബ്രഹാമിനെ പോലെ തന്നെ പിന്നീട് എന്നും സ്മരിക്കുവാനും എന്നും ഓർമ്മ വയ്ക്കുവാനും പറ്റിയൊരു വ്യക്തിത്വമായിരുന്നു ദാവീദിൻ്റേത് എന്ന് പറയുന്നത്. ആ അവനിലൂടെയാണ് ദേവാലയം ഉണ്ടാകാനുള്ളൊരു കാരണം ആഗ്രഹിച്ചു. പക്ഷേ യുദ്ധം ധാരാളം ചെയ്തിട്ടുള്ളത് കൊണ്ട് രക്തം പുരണ്ട ആ കയ്യിൽ നിന്ന് ദൈവം ദേവാലയം പണിയിപ്പിക്കാതെ മകന് സലോമോനിലൂടെ അത് പണിയുന്നതൊക്കെ പിന്നെ നമ്മൾ കണ്ടതാണ്. അപ്പം ആ ദാവീദിൻ്റെ ആ ജീവിതം നമുക്കെപ്പോഴും ഒരു മാതൃകയാക്കാവുന്നതാണ്. അദ്ദേഹത്തിന് സംഭവിച്ച കുറവുകളല്ല, എന്നാൽ ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ വലിയ ബന്ധവും അചഞ്ചലമായ വിശ്വാസവും നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. അദ്ദേഹം ആദ്യം നമുക്കറിയാം സൗൽ രാജാവിനെ തള്ളി ശമൂവേൽ പുരോഹിതൻ ഇദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. 7.5 വർഷം ഹെബ്രോനിൽ അദ്ദേഹം അവിടെ ഒരു രാജാവായി വാണു. എന്നാൽ അത് ആ ഒരു കാരണത്താൽ സൗൽ രാജാവുമായിട്ടുള്ളതായ പ്രശ്നങ്ങളും സൗൽ ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചതും ശൗലിനെ വധിക്കാനുള്ള അവസരം കിട്ടിയിട്ടും ശൗലിനെ വധിക്കാതെ ദൈവത്തിൻ്റെ അഭിഷിക്തനാണെന്നും പറഞ്ഞ് വധിക്കാതെ 2 പ്രാവശ്യം അദ്ദേഹം വിട്ടുകളഞ്ഞതുമായ സംഭവങ്ങളൊക്കെ നമുക്ക് നേരത്തെ അറിയാം. എന്നാൽ ആ മനുഷ്യന് തൻ്റെ മകൻ അബ്ശലോമിൽ നിന്ന് നേരിട്ടതായ വേദനകളും പിന്നീട് നമ്മൾ വായിച്ചു. തൻ്റെ 3ാമത്തെ മകനായിരുന്നു അബ്ശലോം. കാണാൻ സുന്ദരനും ആരോഗ്യതയുള്ള ഗാത്രനുമായിരുന്ന ആ മകൻ ആ രാജ്യത്ത് സ്വയം ഏറ്റെടുത്തിട്ട് തന്നെ വധിക്കുവാൻ വേണ്ടി വന്നതും അദ്ദേഹം ഒളിച്ചു ഓടിപ്പോകുന്നതുമായ കാര്യങ്ങളൊക്കെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അബ്ശലോം പിന്നീട് വധിക്കപ്പെടുമ്പോൾ എൻ്റെ മകൻ അബ്ശലോമേ, എൻ്റെ മകൻ അബ്ശലോമേ എന്ന് പറഞ്ഞ് ദാവീദ് ഏറെ കരയുന്നതും അത്രമാത്രം അവനെ സ്നേഹിച്ചതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തന്നെ വധിക്കാൻ ശ്രമിച്ച മകനെ സ്നേഹിക്കുക, ഇത് കർത്താവ് കാൽവറിയിൽ കാണിച്ചതായ സ്നേഹമാണ്. തൻ്റെ മക്കൾ തന്നെ ക്രൂശിക്കുമ്പോൾ പിതാവേ ഇവർ ചെയ്യുന്നതെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് നമ്മുടെ കർത്താവ് പറയുന്നതിന് മുൻപ് പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ഒരു വലിയ മാതൃകയായി കാണുന്ന വ്യക്തിയാണ് ദാവീദ് എന്ന് പറയുന്ന വ്യക്തി. അത്രമാത്രം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നയിക്കപ്പെട്ട ഒരു നല്ല മനുഷ്യൻ. അദ്ദേഹം അനുഭവിച്ചതുപോലെയുള്ള പ്രതിസന്ധി ഇസ്രായേൽ ഒരു രാജാവും അതിനു മുൻപോ അതിനു പിൻപോ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല.
ആ പ്രതിസന്ധികളെയൊക്കെ ദൈവത്തിലുള്ള ചഞ്ചലമായ വിശ്വാസം കൊണ്ട് അദ്ദേഹം അതിജീവിച്ചതായ ആളായിരുന്നുവെന്ന് നമുക്കറിയാം.